ഹായ് ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ആപ്പിൾ ഡിവൈസുകളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വർഷത്തിൽ ഒരിക്കലേ ഒരു ഫോൺ നല്ല ഫ്ലാഗ്ഷിപ്പ് ഫോണുകൾ ഇറക്കാറുള്ളൂ. അതിനിടയിൽ ശരിക്കും SE പോലുള്ള ഫോണുകളെല്ലാം ഇറക്കാറുണ്ട്. പക്ഷെ അതൊന്നും അങ്ങനെ ഒരു വലിയ ഹൈപ്പ് വരുന്ന ഒരു ഫോണുകളൊന്നല്ല. അപ്പോൾ ഇവിടെ നമുക്ക് കഴിഞ്ഞ വർഷം 2022 പുറത്തിറങ്ങിയ ആപ്പിളിന്റെ 14 പ്ലസ് 14 പ്രോ 14 പ്രോ മാക്സ്, ഈ ഒരു ഫോണിൽ 14 പ്രോ ആണ് ഇപ്പം ഞാൻ കറന്റ് ഉപയോഗിക്കുന്നത്. കഴിഞ്ഞൊരു മാസമായിട്ട് ഞാൻ ഒരു ഫോണാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ ഒരു ഫോണിന്റെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാനിവിടെ പറയുന്നത്. എന്തൊക്കെയാണ് എനിക്ക് ഫേസ് ചെയ്ത കുറെ നമുക്കറിയാം. ഇതുവരെ കേൾക്കാത്ത ഒരുപാട് ഇഷ്യൂസ് നമ്മളുടെ ഈ iOS 16 നമ്മൾ കേട്ടു. ഒരുപാട് ബഗ്ഗുകൾ വരുന്നുണ്ട്, ഒരുപാട് ബഗ്ഗുകൾ അവർ ക്ലിയർ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് എന്തായിരുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. ചെറിയ രീതിയിൽ മാത്രമാണ് ഞാൻ ഇതിൻ്റെ സ്പെക്ക് കാര്യങ്ങളെല്ലാം പറയുന്നുള്ളൂ. നേരെ വീഡിയോയിലേക്ക്. ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ചെറിയൊരു ക്വിക്കായിട്ടുള്ള ഒരു അൺബോക്സിങ് കാണാം. ചെറിയൊരു ബോക്സ്, അതിൻ്റെ ഉള്ളിൽ ആകപ്പാടുള്ളത് ഫോണും അതേപോലെ തന്നെ ഒരു കേബിളും മാത്രമാണ്. പിന്നെ കുറച്ച് സ്റ്റിക്കറും പേപ്പർ വർക്കും. അപ്പോൾ അല്ലാതെ നമ്മൾ ആ ഒരു പണ്ടത്തെ ഒരു എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നും നിലവിൽ ഇപ്പോൾ ഇല്ല. ഞാൻ ഉപയോഗിക്കുന്നത് 14 പ്രോ ആണ്, 128 GB വേരിയന്റ് ആണ്. ഇതിന് മുൻപ് ഞാൻ ഉപയോഗിച്ചിരുന്നത് നേരത്തെ പറഞ്ഞ പോലെ 13 പ്രോ മാക്സ് ആണ്. അപ്പോൾ ആ ഒരു 13 പ്രോ മാക്സിൽ നിന്ന് 14 വന്നപ്പോൾ വലിയൊരു ഡിഫറൻസ് എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഒരു ഡൈനാമിക് ഐലൻഡ് എന്ന് പറയുന്ന സംഭവം, നമ്മളുടെ ആ മുകളിലെ നോച്ച് തന്നെയാണ്. ഞാൻ ഇതിനു മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എന്ന് പറയുന്നത് പലരും എൻ്റെ അടുത്ത് എന്ത് ഡൈനാമിക് ഐലാൻഡ് എന്നുള്ളത് പലരും എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു. അതൊരു ഫീച്ചറോ കാര്യങ്ങളോ അല്ലെങ്കിൽ അതൊരു വേറൊരു സംഭവമല്ല. നമ്മളുടെ പഞ്ച് ഹോൾ ഉണ്ട് ആൻഡ്രോയിഡ് ഫോണിലും എല്ലാ ഫോണിലും വരുന്ന ആ പഞ്ച് ഹോളിനെ ഐഫോൺ വിളിക്കുന്ന ഒരു പേരാണ്, അല്ലെങ്കിൽ ഐഫോൺ അതിനെ അങ്ങനെയാണ്. നമ്മളെന്താ പറയുക, ആ ഒരു നോച്ച് ഡിസ്പ്ലേ മാറ്റിയിട്ട് പഞ്ച് ഹോൾ കൊണ്ടുവന്നപ്പോൾ അത് കുറച്ചുകൂടെ രസകരമായിട്ട് അവരത് ഇംപ്ലിമെന്റ് ചെയ്തു. അപ്പം അതിന് അവർ കൊടുത്തിരിക്കുന്ന ഒരു പേരാണ് ഡൈനാമിക് ഐലാൻഡ് എന്ന് പറയുന്നത്. നമ്മളുടെ ഓപ്ഷനും കാര്യങ്ങളും നമ്മളിപ്പോൾ പാട്ട് എടുത്തു കഴിഞ്ഞ് നമ്മളത് ജസ്റ്റ് വേറെ എന്തെങ്കിലോട്ട് ഓപ്ഷനിലോട്ട് വേറെ മെനുവിലോട്ട് പോയി കഴിഞ്ഞാൽ അതവിടെ ഡൈനാമിക് ഐലാൻഡ് ഭാഗമായിട്ട് അത് അവിടെ എടുക്കും. അതല്ലാതെ അതൊരു വലിയൊരു സംഭവമായിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക 13 പ്രോ മാക്സ് 14 പ്രോയിലേക്ക് വന്നപ്പോൾ എനിക്കൊരു വലിയ ചേഞ്ച് ശരിക്കും എനിക്ക് തോന്നിയില്ല. അപ്പോൾ ഈ വീഡിയോ ഇതുവരെ കണ്ടിട്ടുള്ളവരാണെങ്കിൽ ആദ്യം തന്നെ ഞാൻ പറയുന്നു, ഒരിക്കലും നിങ്ങൾ ഉപയോഗിക്കുന്ന ഡിവൈസ് 13 മുകളിലുള്ള 12 തൊട്ടിട്ട് 12 പ്രോയോ 12 പ്രോ മാക്സ് അതേപോലെ തന്നെ 13 പ്രോ മാക്സ് ഈ ഒരു ഫോൺ ഉപയോഗിക്കുന്നവർ ഒരു കാരണവശാലും ഈ 14 സീരീസിലോട്ട് കടക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. കാരണം ആകപ്പാടുള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ക്യാമറയിലുള്ളതും അതേപോലെ തന്നെ ഈ പറയുന്ന ഡൈനാമിക് ഐലാൻഡ് അതേപോലെ തന്നെ ഈ ചിപ്പ് മാറ്റിയിട്ടുണ്ട്. A15 എന്നുള്ളത് A16 ബയോണിക് ചിപ്പ് ആയിട്ടുണ്ട്. അത് ശരിക്കും നമുക്കതൊരു പ്രാക്ടിക്കലി നമുക്കതിൻ്റെ ചേഞ്ചോ കാര്യങ്ങളോ ഒന്നും അറിയില്ല. എങ്ങനെയാണോ നമ്മളുടെ നോർമൽ ഐഫോൺസ് ഒക്കെ ഓൾറെഡി സ്പീഡാണ്, ഇത് കുറച്ചും കൂടി സ്പീഡാണ്. അത് നമുക്ക് ശരിക്കും ഒരു 11 ഉപയോഗിച്ചിട്ട് നമ്മൾ 13 വരിക അല്ലെങ്കിൽ 14 വരികയാണെങ്കിൽ നമുക്ക് ആ ഒരു സ്പീഡ്, ആ ഒരു മെനു എടുക്കുമ്പോഴും അതേപോലെ തന്നെ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോഴും ബാക്കി ഗെയിമൊക്കെ കളിക്കുമ്പോൾ ആ ഒരു സ്പീഡ് നമുക്ക് എന്തൊക്കെ നല്ല ചേഞ്ച് ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതല്ലാത്ത പക്ഷം ഒരു ചേഞ്ചോ നമുക്ക് പ്രാക്ടിക്കലി നമുക്ക് കാണത്തക്ക രീതിയിലുള്ള ഒരു ചേഞ്ചോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു ഫോണുകൾ തമ്മിൽ ഇല്ല. ക്യാമറയുടെ കാര്യത്തിൽ ആദ്യമായിട്ട് 48 മെഗാ പിക്സലിൻ്റെ മെയിൻ സെൻസറാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയുള്ള ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ ക്യാമറയും നമ്മൾ 48 മെഗാ പിക്സലിലാണ് നമ്മൾ ക്യാമറ ഫോട്ടോസ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഓരോ ഫോട്ടോസും 60-70 MB ഉണ്ട്. അപ്പോൾ തന്നെയാണ് ഫോട്ടോസ് എല്ലാം എപ്പോഴും സ്റ്റോർ ചെയ്ത് വെക്കുന്നതെന്നുണ്ടെങ്കിൽ അധികകാലം നമുക്ക് ഫോട്ടോസ് എടുക്കാനായിട്ട് പറ്റില്ല. കാരണം ഇന്റേണൽ മെമ്മറി 128 GB ആണ് എൻ്റെ, അത് ഫില്ലായി പോവും. പക്ഷെ ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്തൊരു വിധം വൺസ് ഇൻ എ വീക്ക് ഞാൻ എന്തായാലും എൻ്റെ ഫോട്ടോസ് കാര്യങ്ങളെല്ലാം ബാക്കപ്പ് ലാപ്ടോപ്പിലേക്ക് മാറ്റുന്നതുകൊണ്ട് ഇതുവരെ സ്റ്റോറേജിൻ്റെ ഇഷ്യൂ എനിക്ക് ഇതുവരെ ബുദ്ധിമുട്ട് വന്നിട്ടില്ല. ഞാനെപ്പോഴും എന്താ പറയുക, ആ ഒരു ബേസ് വേരിയൻ്റ് തന്നെയാണ് ഏത് ഫോൺ എടുക്കുമ്പോഴും. കാരണം അധികകാലം ഉപയോഗിക്കാറില്ല ഫോണുകൾ. അപ്പോൾ ആ ഒരു പൈസയുടെ ഒരു സംഭവം നോക്കിക്കൊണ്ട് തന്നെ ഞാൻ ബേസ് വേരിയൻ്റ് എടുക്കും. ഫോൺ ഫില്ലാവുന്ന ഒരു അവസ്ഥ എനിക്കൊരിക്കലും, അല്ലെങ്കിൽ ഇൻറ്റേർണൽ മെമ്മറി ഫുള്ളാവുന്നൊരു അവസ്ഥ എനിക്ക് ഉണ്ടാവാറില്ല. ഒരുവിധം ഡാറ്റാസ് ആയിക്കഴിഞ്ഞാൽ ഞാനത് ലാപ്ടോപ്പിലോട്ട് കോപ്പി ചെയ്തിടും. അങ്ങനെയാണ് ചെയ്യാറ്. പിന്നെ ഇതിൻ്റെ ക്യാമറ ഓൾറെഡി അറിയാം, നമുക്ക് വീഡിയോ എന്ന് പറയുന്നത് അടിപൊളിയാണ്. ഇതിന് മുന്നേ ഞാൻ ചെയ്തിരുന്ന വീഡിയോസ് എല്ലാം എടുത്തിരുന്നത് 13 പ്രോ മാക്സിലാണ്. ഇപ്പോൾ 14 പ്രോയിൽ ഞാനിതുവരെ വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല. ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതും 14 പ്രോയിലാണ്.
അപ്പോൾ എങ്ങനെയുണ്ട് ഇതിൻ്റെ വീഡിയോ ക്വാളിറ്റി എന്നുള്ള കാര്യങ്ങളല്ലാതും ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലായി. ഇവൻ S22 Ultra പോലും വീഡിയോ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ആപ്പിളിൻ്റെ 7 അകലത്ത് പോലും എത്തില്ല. അവർ ആപ്പിളിൻ്റെ ഇനിയും ഒരുപാട് ദൂരം ആൻഡ്രോയിഡ് ഫോണുകൾ ആപ്പിളിൻ്റെ വീഡിയോ ക്വാളിറ്റിയുടെ അടുത്ത് എത്താനായിട്ട് മുന്നോട്ട് വരാനുണ്ട്. ഫോട്ടോ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെയാണ്. കാരണം ആ ഒരു ഡാർക്ക് ഫീൽ, ഒരു മങ്ങി നിൽക്കുന്ന ഒരു ഫീൽ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒറിജിനൽ എനിക്ക് കുറച്ചും കൂടി ബൂസ്റ്റ് ചെയ്തിട്ടുള്ള, കുറച്ചും കൂടി നല്ല HDR പിക്സ് എന്ന് പറയുന്ന പോലെ കുറച്ചും കൂടി കളർ നല്ല എൻഹാൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് പിക്കാണ് എനിക്കിഷ്ടം. ആപ്പിളിനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണോ അത്തരത്തിലുള്ളതാണ്. അതിനേക്കാളും കുറച്ചും കൂടി മങ്ങിയ പോലെയാണ് എനിക്ക് അതിൻ്റെ സാമ്പിളുകൾ എനിക്ക് തോന്നിയത്. പിന്നെ ഞാനത് എപ്പോഴും പോസ്റ്റ് ചെയ്യുമ്പോൾ ഒന്നുകിൽ എഡിറ്റ് ചെയ്ത് കളറൊന്ന് ബൂസ്റ്റ് ചെയ്തിട്ടാണ് ഏത് ഫോട്ടോസും നമ്മൾ ചെയ്യാറ്. പക്ഷെ എഡിറ്റ് ചെയ്യാത്ത ഒരാൾക്ക്, അല്ലെങ്കിൽ അത് കളർ ബൂസ്റ്റ് ചെയ്യാത്ത ഒരാൾക്ക് പക്ഷെ ഈ ഒരു ഐഫോണിൽ എടുക്കുന്നതും അതേപോലെ തന്നെ ആൻഡ്രോയിഡ് ഡിവൈസിൽ എടുക്കുന്നതും നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ എന്തായാലും ആൻഡ്രോയിഡിലായിരിക്കും കളർ ബൂസ്റ്റപ്പ് എല്ലാം വരുന്നത്. കുറച്ചും കൂടി സ്കിൻ ടോണൊക്കെ കുറച്ചും കൂടി നല്ല രസമുള്ളത് എന്തായാലും എന്നെ സംബന്ധിച്ചു. അത് ഈ ഫോട്ടോയുടെ ക്ലാരിറ്റി എന്നെല്ലാം പറയുന്നത് ഓരോരുത്തരുടെയും പേഴ്സണൽ ചോയ്സ് ആണ്. കാരണം എനിക്കിഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക. അപ്പോൾ അത് ഓരോരുത്തർക്കും എങ്ങനെയാണോ ഓരോ ഫോട്ടോസിൻ്റെയും ആ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ആ ഒരു രീതി എങ്ങനെയാണോ ഓരോരുത്തരുടെയും ചോയ്സ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഫോട്ടോസ് എടുക്കുമ്പോൾ എപ്പോഴും ആൻഡ്രോയിഡിൻ്റെ ഫോണിലാണ്, OnePlusൻ്റെ ഡിവൈസിലാണ് ഫോട്ടോസ് എടുക്കാറ്. അതേപോലെ തന്നെ വീഡിയോസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ഐഫോൺ തന്നെയാണ് ചൂസ് ചെയ്യാറ്. ഈ ഒരു ഫോണിൻ്റെ ബാറ്ററി ബാക്കപ്പ് പറഞ്ഞാൽ 14 Proയിൽ ശരിക്കും എനിക്ക് കിട്ടുന്നത് ഒരു 7 മണിക്കൂറിന് താഴെയാണ് സ്ക്രീൻ ഓൺ ടൈം. അതായത് ഇപ്പോൾ നമ്മൾ നോർമൽ യൂസാണ്, അത്യാവശ്യം കോൾ എടുക്കുക, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അത്തരം കാര്യങ്ങളെല്ലാം ബ്രൗസ് ചെയ്യുക. അതേപോലെ തന്നെ ചെറിയൊരു സോഷ്യൽ നെറ്റ്വർക്കിംഗ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കുറച്ച് വീഡിയോസ്, ഒരു 10 മിനിറ്റ് വീഡിയോ കാര്യങ്ങളെല്ലാം നമ്മൾ എടുത്ത് ഒരു നോർമൽ യൂസാണ് നമ്മളൊരു ഫോൺ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു ദിവസം കഴിയുമ്പോഴേക്കും, അതായത് വൈകുന്നേരം ആകുമ്പോഴേക്കും, രാവിലെ നമ്മളൊരു 7 മണിയാകുമ്പോഴേക്കും ചാർജ് ചെയ്യുന്ന എടുത്താൽ വൈകുന്നേരം തിരിച്ചൊരു 7 മണിയാകുമ്പോഴേക്കും എന്തായാലും 30+ ചാർജ് എന്തായാലും ആ ഫോണിൽ ഉണ്ടാവും. എൻ്റെ ഈ ഫോണിൽ ബാലൻസ് ഉണ്ടാവും. നേരെ മറിച്ച് നമ്മൾ അത്യാവശ്യം കുറച്ചും കൂടി ഹെവി ആക്കുകയാണെന്ന് വീഡിയോ ഒക്കെ നമ്മൾ ഏകദേശം ഒരു മണിക്കൂറോ 2 മണിക്കൂറൊക്കെ നമ്മൾ വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നമ്മളുടെ ബാറ്ററി നല്ലപോലെ കുറഞ്ഞു വരും. ഇതൊരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള കുറവാണോ എന്ന് ചോദിച്ചാൽ അല്ല, നല്ല ബാറ്ററി ബാക്കപ്പ്. കാരണം ഐഫോണും ഈ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും തമ്മിലുള്ള ആ ഒരു ഒപ്റ്റിമൈസേഷൻ, അത് ഞാൻ ഈ ഐഫോണിനെ കുറിച്ച് ആപ്പിളിനെ കുറിച്ചൊന്നും കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും അറിയാം എന്തുകൊണ്ടാണ് ഐഫോൺ ഇപ്പോഴും ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഇതിൽ നമ്പർ 1 ആയിട്ട് നിൽക്കുന്നത് എന്നുള്ളത്. അത് തന്നെയാണ് അവരുടെ ആ ഒരു ഇക്കോസിസ്റ്റം, അവരുടെ മൊത്തത്തിൽ സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും തമ്മിലുള്ള ആ ഒരു ഒപ്റ്റിമൈസേഷൻ, ബാറ്ററി ബാക്കപ്പ്, ക്യാമറ ക്വാളിറ്റി എല്ലാം അടിപൊളി തന്നെയാണ്. iPhone 14 Pro എടുത്തിട്ട് ഞാൻ ഹാപ്പിയാണ്. വളരെ ഹാൻഡിയാണ്. 13 Pro Max നമുക്കറിയാം, ഈ മാക്സ് സീരീസ് കുറച്ചും കൂടി ബൾക്കിയാണ് ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഈ പ്രോ ഉപയോഗിക്കാനെല്ലാം വളരെ എളുപ്പമാണ്. പോക്കറ്റിൽ ഇട്ട് നടക്കാനും നമുക്കത് അത്യാവശ്യം വീഡിയോ എടുക്കാനും കാര്യങ്ങളെല്ലാം അടിപൊളിയാണ്. ഇപ്പം രണ്ട് കാര്യത്തിലാണ് ഈ പ്രോയും പ്രോമാക്സും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഒന്ന് അതിൻ്റെ സ്ക്രീൻ സൈസിൻ്റെ കാര്യത്തിൽ, അതായത് ഫോൺ കുറച്ചും കൂടി ബൾക്കി ആയിരിക്കും പ്രോമാക്സ്. അതേപോലെ തന്നെ ബാറ്ററി കപ്പാസിറ്റി പ്രോമാക്സിൽ കൂടുതലായിരിക്കും. അതല്ലാതെ ക്യാമറ, ബാക്കി എല്ലാ കാര്യങ്ങളും, ഹാർഡ്വെയർ ആയാലും ബാക്കി എല്ലാ സെറ്റപ്പും, ക്യാമറയുടെ ആണെങ്കിലും ഇന്റേണൽ ആണെങ്കിലും എല്ലാം സെയിം ടു സെയിം ആണ്. ആകെപ്പാടെ വ്യത്യാസമുള്ളത് ഈ ബാറ്ററിയുടെയും അതേപോലെ തന്നെ ഡിസ്പ്ലേ വലുപ്പത്തിൻ്റെ കാര്യത്തിലാണ്. അപ്പോൾ ഇതാണ് എൻ്റെ iPhone 14 Pro എന്ന മോഡലിനെ കുറിച്ചുള്ള എൻ്റെ ഒരു അഭിപ്രായം ഇതാണ്. അപ്പോൾ അത്രമാത്രം. താങ്ക് യു.